ഈ സഭ പണിയാൻ ഒരു പാസ്റ്ററെ ഏൽപ്പിച്ചാൽ ഇത് 10 കഷ്ണമായിട്ട് അവൻ പൊട്ടിക്കുമെന്ന് ദൈവത്തിനറിയാം. ഓ, മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. ഈ സഭ എന്ന് പറയുന്ന എന്റെ ശരീരമാ. അതിനെ തീർക്കുവാൻ ഞാൻ ഒരു പാസ്റ്ററെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പണിയും. മനസ്സിലായോ ജെയിംസേ? എടാ, പണിയേണ്ടതിനെ ദൈവം പണിയും. എടാ, ദൈവത്തിന് അത്രമാത്രം ക്വാളിറ്റിയോടൊന്നിനെ പണിയണമെങ്കിൽ അത് ദൈവം തന്നെ ഇരുന്ന് പണിയും. ദൈവം തന്നെ ഡ്രോയിങ് ഉണ്ടാക്കും. ഓ, എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഇപ്പൊ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം പറയാ. സീസറുടെ കാലം മുതൽ, നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ, പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ ശൗലിൻ്റെ കാലം മുതൽ അവിടുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ 2024 ഈ നിമിഷം വരെ എത്രയോ വർഗീയവാദികൾ ഈ സഭയെ തകർക്കാൻ നോക്കിയിട്ടോ ഇന്നിത് തകരാതെ നിൽക്കുന്നത് എൻ്റെ യേശു പറയുന്നത് കണ്ടോ? ഓ, ഈ ദൂതിലോട്ട് എത്ര പേര് കയറി വരുന്നുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയോ. ഒരു മന്ത്രവാദികൾക്കോ ഒരു ശുദ്രക്കാർക്കോ എന്റെ സഭയെ തൊടാൻ പറ്റത്തില്ല. ഒരു വർഗീയ ശക്തികൾക്കോ ക്രിസ്ത്യാനിത്വത്തെ തൊടാൻ പറ്റത്തില്ല. ആ ഒരു അധികാരമാണ് യേശു സഭയുടെ മുകളിൽ ഇട്ടിരിക്കുന്നത്.